So hey guys, welcome to Joe Vlogs. So guys, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേളത്തെ നിലയിൽ ഒരു ട്യൂഷൻ സെൻറ്റർ മേഡ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലോട്ട് കയറാൻ പോകണം. നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ഞാൻ ഇനി 10ിലോട്ടാണ്. 10ിലോട്ട് പോകുമ്പോൾ നല്ല ട്യൂഷൻ വേണം. ഈ ഏരിയ അങ്ങനെ ട്യൂഷൻ ഉണ്ട്. ഞാൻ നേരത്തെ വയ്ക്കും. അവിടെ 10ാം ക്ലാസ് പഠിപ്പിക്കത്തില്ല. പിന്നെ ഇവിടെ വേറെ ട്യൂഷൻ സെൻറ്ററും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഒത്തിരി ആലോചിച്ച് മമ്മീനെ പപ്പയോട് ചോദിച്ചു എവിടെ കാണുമെന്ന്. പിന്നെ അവസാനം പപ്പ എന്നോട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ പപ്പ പഠിപ്പിക്കാമെന്ന്. എന്തോ പപ്പായ്ക്ക് നേരത്തെ ട്യൂഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. എന്തോ റീഗൽ അക്കാഡമി എന്ന് പറഞ്ഞ എന്തോ കല്യാണത്തിനൊക്കെ മുമ്പേ കൂട്ടുകാരൊക്കെ കൂടിയായിരുന്നു ട്യൂഷൻ സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നത്. കൂട്ടുകാരുടെ അവരുടെ ജോലിയായിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി. എനിക്ക് ട്യൂഷൻ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അപ്പോൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂഷൻ ആവശ്യമുള്ളത് കൊണ്ടൊരു ട്യൂഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി മേളത്തെ നില ഞാനൊരു ട്യൂഷൻ സെൻറ്ററിൻ്റെ കൂട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചു. ഒരു മേശ വേണം, കസാര കുറച്ച് വേണം, പിന്നെ എഴുതാനോ എടുക്കാനോ ഒരു വൈറ്റ് ബോർഡ് വേണം. അതിനെല്ലാം സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിലാണ്. ഇവിടെ ഫാൻ ഇട്ടിരുന്നില്ല എൻ്റെ ബാക്കിയൊക്കെ. ഇതിൻ്റെ ഒരു പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ റൂം. ഹോൾ എവിടെയാണെന്ന് വെച്ചാൽ ഹോൾ ഇവിടെ ആണ് ഒരു ട്യൂഷൻ സെൻറ്ററിൻ്റെ ഒരു ഏരിയ ആക്കണ്ടേ. ഈ ഇത്ര ഭാഗം ഇവിടെ ഒരു ടേബിൾ വെക്കാം. ഇവിടെ ഒരു ടേബിള്, ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് ഈ ഭാഗത്ത്. സ്റ്റെപ്പിന് വരെ ഒരു കഥയൊക്കെ ഉണ്ട് ഗൈസ്. സ്റ്റെപ്പിൻ്റെ കഥ എന്തോന്ന് വെച്ചാൽ നേരത്തെ പപ്പ മേളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കാരണം മേളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രി എന്തോ അവിടെ ഇറങ്ങി, ബെഡിൽ നിന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോകാനായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങാനുള്ളതിന് അറ്റത്തൊരു ഗ്യാപ്പുണ്ട്. ഞാൻ കാണിച്ചില്ല അറ്റത്തെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഇതിലേ കൂടെ ആയിരുന്നു പോകേണ്ടത്. പക്ഷേ ഇരുട്ടായത് കൊണ്ടൊന്നും കാണാഞ്ഞുകൊണ്ട് അവിടെ നേരെ പോയി നേരെ ഇങ്ങോട്ട് വീണു. അവിടെ വീണു. വീട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഡയറക്റ്റ് ആയിരുന്നു പോയത്. ഇന്ന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല വലുതായിട്ട്. ദൈവാധീനം കൊണ്ട് 6 വാരിയിൽ പൊട്ടി. പിന്നെ തലയുടെ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു. ഷോൾഡറിന് എന്തോ ഡിസ്ലൊക്കേറ്റ് ആവുകയും അതുപോലത്തെ കാര്യം. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു അടൂർ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് നേരെ ഗുരുതരാണെന്ന് പറഞ്ഞ അവിടെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ കുറേ ദിവസം അവിടെ ആയിരുന്നു. എന്തായാലും ആ കാര്യമൊക്കെ വിട്ടേക്കാം. നമുക്ക് നേരെ ട്യൂഷൻ സെൻറ്ററിൻ്റെ കാര്യത്തിലോട്ട്. അപ്പം നമുക്ക് ആദ്യമേ അവിടെ ഒരു മേശ വേണം. സോ ഗായ്സ്, നമ്മൾ ഈ മേശയാണ് എടുക്കാൻ പോകുന്നത്. ഇതെടുത്ത് മേളിൽ കൊണ്ടിടണം. അപ്പോൾ ഇനി ഇത് മേളിൽ കൊണ്ടിടാൻ കുറച്ച് ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് തടിയുടെ ഒരു മേശ നോക്കട്ടെ. അതിൻ്റെ നല്ല തടിയാണ്, നല്ല വെയിറ്റും കാണും. ഓക്കെ, അപ്പോൾ ഇത് മേളിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് മേളിൽ വെച്ച് കാണാം. നമ്മളിവിടെ മേശ കൊണ്ട് വെച്ചു. ഞാനും മമ്മിയും കുറച്ച് പാടായിരുന്നു, നല്ല വെയിറ്റൊക്കെ ഉള്ളത് കൊണ്ട്. എന്തായാലും ഈ മേശ ഇവിടെ വെച്ചു. ഇനി ബോർഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈഡിലായിട്ടാണ്. ഇവിടെ ബോർഡ് വെക്കാം, ഒരു വൈറ്റ് ബോർഡ്. എടുക്കുന്നതൊക്കെ ഒന്ന് പറയാം. പിന്നെ ഇവിടെ കുറച്ച് ചെയറിൻ്റെ ആവശ്യമുണ്ട്. ഇത് പിന്നെ ഞാൻ ചെയ്ത കലാപരിപാടികൾ മരം ഉണ്ടാക്കാൻ നോക്കിയാൽ മഴയും തറയും, പക്ഷെ കുളമാക്കി കളഞ്ഞു ഈ മേശ. ഓക്കെ, പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ കൈവരി കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ വീണിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പം ഇട്ടിട്ടില്ല. അപ്പോഴാണ് ബാക്കിയുള്ളവർ. അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും. അത്രയുള്ളൂ ഗൈസ്. ഇവിടെ അലാറമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഏറ്റവും മേളിലത്തെ നില, 3ാമത്തെ നില, അത് 2ാമത്തെ നില, എന്തിനാട്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും മേളിലത്തെ നില. ഇവിടുന്ന് എല്ലാം കാണാൻ പറ്റും. ഞങ്ങളുടെ കുഞ്ഞു പറമ്പ് ഞങ്ങളുടെ അയ്യ ഇവിടെ. അവിടെ കനാൽ, ആ ഭാഗത്തായിട്ട് ആ കാണുന്നതാണ് കനാല്. ഇത് അവിടുത്തൊക്കെ വീട്. ഈ ഏരിയ കാണാൻ എന്നാ ശേലാന്നറിയോ. ഉണ്ടേ ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ പക്ഷേ എന്നിരിക്കാൻ പറ്റത്തില്ല, ഇവിടെ വെയിലടിക്കും മൊത്തം. എന്നാ ശേലല്ലേ, ഒന്ന് കറങ്ങി കണ്ടേരെ. മമ്മി അറിയാതെ കയറി, അതാണ് എൻ്റെ ഒരു പേടി. മമ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും ചിലപ്പം.
ഇറങ്ങാൻ പോവാണ്. ഈ ട്യൂഷൻ്റെ അവിടെ ആയിട്ടുള്ളൊരു വൈറ്റ് ബോർഡ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് തരാമെന്ന് വെച്ചു. ലെറ്റ്സ് ഗോ. പോട്ടെ വണ്ടി പോട്ടെ. വെള്ളം തെറിപ്പിക്കാം ഗൈസ്. വെള്ളം അതാണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ. കണ്ടോ, കാണിക്കാൻ പറ്റില്ല. ഗൈസ് ഇവിടെ ഒരു വീട് വെക്കാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്താണ്, നമുക്ക് അടൂർ വെച്ച് വല്ലതും കാണാം. ഇതാണ് നമ്മുടെ അടൂർ ഭവാനി റോഡ്. അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കാണത്തില്ലായിരിക്കും. ഈ റോഡെന്താ ഇത്ര കുന്തും കുഴിയും? പഴയ ഓക്കെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എല്ലാം വരുന്നു. നമ്മളിനി മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ പോവാണ്. സിറ്റി ഹോസ്പിറ്റലോ? സ്കിൻ ഹോസ്പിറ്റൽ. ഇവിടെ റേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. 1200 വലിയ. സോ ഗൈസ്, ബോർഡ് ഇവിടെ എല്ലാം അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എവിടെയാണ്? ഇതിനകത്താണോ ബോർഡ്? ഞാനാണോ? ചെറുതല്ലേ? അല്ല അഞ്ചാ, ഇത് മതി. ഇതിന് പേര് എന്തിനാ? ഇവിടെ വന്നിരിക്കുകയാണ്. എന്തോത്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കസ്കസൊക്കെ മേടിക്കാനാണ് പറയുന്നത്. കസ്കസ് മേടിക്കാനാണ് ഇവിടെ വരെ വന്നത്. 2000 years later. രാവിലെ തന്നെ ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഒരു 6:30 ട്യൂഷൻ തുടങ്ങിയത്. പിന്നെ ഒരു 7:45 ആയപ്പോഴത്തേക്ക് തീർന്നു. എന്തായാലും നല്ല ട്യൂഷനായിരുന്നു. ഇവിടെ ബ്ലാങ്കായിട്ട് തോന്നുന്നുണ്ടായിരിക്കും ഈ ഭാഗത്ത്. അവിടെ ബോർഡ് വെക്കാൻ പറഞ്ഞു. ബോർഡ് വെക്കാൻ പറ്റില്ല, കുറച്ച് പൈസ വേണ്ടി വരും അതിനൊരു. നല്ലൊരു ബോർഡാണ് അത്യാവശ്യം. നിങ്ങൾ ബ്ലോഗിനകത്ത് കണ്ടേ, ഇതിനകത്ത് കാണും ഈ ഇടാൻ പോകുന്നത്. അവിടെ അടൂർ അവിടെ ഉണ്ടായ നല്ലൊരു ബോർഡൊക്കെ കണ്ടു. അതിന് മേടിച്ച് ഇവിടെ വെക്കണം. പിന്നെ വ്ളോഗ് ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ഹാങ് ആവുമായിരുന്നു. പകുതി വീഡിയോ എടുക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ തന്നെ അങ്ങ് എല്ലാം വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളാന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. കാരണം ഫോൺ അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും. എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് യൂട്യൂബ് എങ്ങനെയായാലും ഒന്ന് നല്ലോണം ഹിറ്റായി കഴിഞ്ഞാൽ അതൊക്കെ ഒരു നല്ല ഫോൺ മേടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫോണാകുമ്പോൾ എനിക്ക് എന്തായാലും ഒത്തിരി ഫോട്ടോസ് അതുപോലത്തെ കാര്യങ്ങൾ എന്തായാലും എനിക്ക് സ്റ്റോർ ചെയ്തു. ഇതിനകത്ത് ഒത്തിരി അമ്മയുടെ ഫോണായതുകൊണ്ട് ഒത്തിരി അക്ഷര കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇച്ചിരി പാടായിരുന്നു. അതായത് എനിക്കിനി ഒരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയായാലും ഒന്ന് യൂട്യൂബിൽ നല്ലോണം ആയിട്ട് എങ്ങനെയായാലും നല്ല ഫോൺ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ വ്ളോഗിന് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വ്ളോഗ് വെച്ച് കാണാം. ഈ ബോർഡൊക്കെ മേടിക്കാൻ പോകണം. ബോർഡ് മേടിക്കാൻ എനിക്ക് പപ്പയായിരിക്കും പോകുന്നത്, ഞാൻ പോകുന്നില്ലായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നമുക്ക് വീഡിയോ കാണാം. അപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 3 കാര്യത്തിൽ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളിനി അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ബൈ.